Good evening. Good evening, sir. So, last session exemptions under capital gain sections എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. മെയിനായിട്ട് 54, then 54B, 54D, 54EC and 54F, then 10 subsection 37. Okay. So, ഇത്രയാണ് ക്യാപിറ്റൽ ഗെയിൻസിലെ നമുക്ക് എക്സംഷൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. ഫുള്ളി എക്സംഷൻ കിട്ടുന്നത്, പാർട്ട്ലി എക്സംഷൻ കിട്ടുന്നത് 54ഉം 10ൽ മെയിനായിട്ട് വരുന്നത് 10 subsection 37 ആണ്. So, രാവിലെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് സെക്ഷൻസ് കൂടെയാണ് ഡിസ്കഷൻ ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ സെക്ഷൻ 46. Section 46. Section 46. Capital gain. Capital gain on distribution. On distribution of assets by companies in liquidation. Liquidation. So liquidation സമയത്ത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ്സ് കൊടുത്താൽ എന്താണ് ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെക്ഷൻ 46 ആണ് അത് പറയുന്നത്. ശ്രദ്ധിക്കാം. സോ ഇൻകം ടാക്സ്, സോ ടാക്സിൽ വരുന്ന ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നമ്മൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി, in the hands of company under section 46 subsection 1. Okay. So in the hands of company under section 46 subsection 1. So liquidation സമയത്ത് company, so shareholders ന് assets distribute ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, assets distribute ചെയ്യുകയാണെങ്കിൽ, so liquidation സമയത്ത് company liquidation സമയത്ത് കമ്പനി അസറ്റ്സ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്. സോ കമ്പനി അസറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, കമ്പനി അസറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, സോ ലിക്വിഡേഷൻ സമയത്ത് കമ്പനി അസറ്റ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈസ് നോട്ട് എ ട്രാൻസ്ഫർ. സോ അത് 2 subsection 47 പ്രകാരം ട്രാൻസ്ഫർ അല്ല. ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്താ അട്രാക്ട് ചെയ്യില്ല, ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വരില്ല. സോ ലിക്വിഡേഷന്റെ സമയത്ത് കമ്പനിയുടെ അസറ്റ്സ്, സോ കമ്പനിയുടെ അസറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡിങ്ങിന്റെ ബേസിസിലോ എല്ലാം ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ്സ് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്താണ്, അതൊരിക്കലും ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല. ബട്ട് ഒരു ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്തിട്ട്, ഓക്കെ, സോ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ ലിക്വിഡേറ്റർ ഈ അസറ്റ്സ് ഒക്കെ വിട്ടിട്ട് ലിക്വിഡേറ്റർ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം നോക്കിയിട്ട് അസറ്റ്സ് ഒക്കെ വിട്ടിട്ട് ലിക്വിഡേറ്റർ ഷെയർ ഹോൾഡർക്ക് ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ, സോ അത് എന്തായിട്ട് കൂട്ടും, ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കും. സോ കമ്പനി അസറ്റ്സ് എന്താണ്, അസറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരത്തില്ല, കമ്പനിക്ക് അതൊരിക്കലും ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ് കൊടുക്കുന്ന രീതിയിലേ വരത്തുള്ളൂ. ബട്ട് ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്ത് ലിക്വിഡേറ്റർ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ലിക്വിഡേറ്റർ ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. ക്ലിയർ ആണോ? Yes, sir. Then in the hands of shareholders, okay, under section 46 subsection 2, under section 46 subsection 2. Okay, so shareholders നോക്കാം.
ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഉണ്ടായിട്ട് നോക്കും. ഡിസ്ട്രിബ്യൂഷൻ ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ ആപ്ലിക്കബിൾ ടു accumulated profit of the company. So കമ്പനിയുടെ accumulated profitൽ നിന്നാണ് the company ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് okay. So ഷെയർ ഹോൾഡേഴ്സിന് accumulated profitൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ it will be deemed as assets. കമ്പനിയുടെ അസറ്റ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ്സ് എന്താണ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് ക്യാഷോ എന്താണെന്ന് വെച്ചാൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഷെയർ ഹോൾഡർ ട്രീറ്റഡ് ആസ് കമ്പനിയുടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡർക്ക് കിട്ടുന്നതിന് എന്താ പറയുന്നത് ആക്ച്വലി കമ്പനിയിൽ ഷെയർ ഹോൾഡിങ്ങിന് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് കിട്ടുക ഷെയർ ഹോൾഡർക്ക് കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ്. സോ കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട് ഷെയർ ഹോൾഡർക്ക് അത് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഷെയർ ഹോൾഡറുടെ കയ്യിൽ അത് എന്തെന്നാ പറയുന്നത് ട്രീറ്റഡ് ആസ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ. സോ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ IFOSൽ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ്. സോ അതിനകത്ത് എന്നിട്ട് ഏറ്റവും അവസാനം ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന 2 സബ്സെക്ഷൻ 22 ക്ലോസ് സിയിലുള്ള ഡീംഡ് ഡിവിഡൻഡ് ആണ്. സോ ഇവിടെ നമുക്ക് നോർമൽ ഡിവിഡൻഡ് 2 സബ്സെക്ഷൻ 22 ക്ലോസ് സി പ്രകാരമുള്ള ഡിവിഡൻഡ് ആണ്. സോ ഇതിന്റെ ടാക്സബിലിറ്റി നമ്മൾ അവിടെ അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു സെനാരിയോ വന്നാൽ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് പറയാണ് ടാക്സബിൾ ആസ് പെർ സെക്ഷൻ 115 BBDA. So that means 115 BBDA എന്താണെന്നുള്ള നമ്മൾ നെക്സ്റ്റ് ഹെഡിൽ ഡിസ്കസ് ചെയ്യും. സോ ഷെയർ ഹോൾഡർക്ക് എന്താണ് അത് ഡിവിഡൻഡ് ആയിട്ട് ടാക്സ് ചെയ്യും. സോ 115 BBDA നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും മുകളിലാണെങ്കിൽ 10%. സോ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ IFOSൽ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഒന്ന് മനസ്സിലാക്കുക കമ്പനി ഷെയർ ഹോൾഡർക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുക ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് എന്താണ് 115 BBDA സെക്ഷൻ 1034 എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത്രയും മുകളിൽ 1 lakhന് മുകളിലാണെങ്കിൽ 10% എന്നുള്ളതാണ് നമ്മൾ അവിടെ അതിൻ്റെ ഡിസ്കസ് ചെയ്യും. സോ ഇപ്പൊ ജസ്റ്റ് എന്താണ് ടാക്സബിൾ ആസ് പെർ സെക്ഷൻ കവേർഡ് അണ്ടർ സെക്ഷൻ 115 BBDA. സോ 115 BBDAയിലെ ലിമിറ്റ് വെച്ചിട്ട് ഇത്രയും മുകളിലാണെങ്കിൽ ആ റേറ്റും എല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് അസറ്റ്സ് ആൻഡ് മണി റിസീവ്ഡ്. ഷെയർ ഹോൾഡർക്ക് അസറ്റ്സ് ആൻഡ് മണി റിസീവ്ഡ്. അസറ്റ്സ് ആൻഡ് മണി റിസീവ്ഡ് ഈ കേസിൽ കിട്ടുന്നതിൽ ഷെയർ ഹോൾഡർക്ക് അസറ്റ്സ് ആൻഡ് മണി റിസീവ്ഡ് ദാറ്റ് മീൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കിട്ടുന്നത്. ആക്ച്വലി അവിടെ എന്താണ് പിന്നീട് ഷെയർ ഹോൾഡർ ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സെനാരിയോയില് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആ കിട്ടിയതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ എനിക്ക് ഇന്ന ഡേറ്റിൽ അസറ്റ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂ ഞാൻ എടുക്കുക? എനിക്ക് കിട്ടിയ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തായിട്ട് എടുക്കാം? എനിക്ക് ഒരു അസറ്റ് ആണ് കിട്ടിയത്. എന്റെ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എനിക്ക് ഒരു ഡേറ്റില് കുറച്ച് അസറ്റ് കിട്ടി, കമ്പനിയുടെ അസറ്റ് കിട്ടി. സോ എനിക്ക് എത്ര ക്യാഷ് എത്ര എമൗണ്ട് കിട്ടി എന്ന് എങ്ങനെയാണ് അത് എടുക്കുന്നത്? അതൊരു മോണിറ്ററി ടേംസിലേക്ക് കൊണ്ടുവരുന്ന എന്ത് വെച്ചിട്ടാണ്? നമ്മൾ 50Dയില് അസറ്റൈനബിൾ ഫെയർ മാർക്കറ്റ് വാല്യൂ. സോ അയാളുടെ കയ്യിലെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ്. ശ്രദ്ധിക്കണം, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് പ്ലസ് എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത മണി റിസീവ്ഡ്. ദെൻ എന്ത് പറയണം? അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൂട്ടില്ല, ഇവിടെ വരത്തില്ല. അത് എന്താണ് ഡിവിഡൻഡ് ആയിട്ട് സെപ്പറേറ്റ് ടാക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാം? കുറയ്ക്കണം. ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 22 2 സബ്സെക്ഷൻ 22 ക്ലോസ് സി. സോ ഇതാണ് എന്ത് വരുന്നത്? ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ക്ലിയർ ആണോ?
Yes, sir. So liquidation സമയത്ത് കമ്പനി അസറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ കമ്പനിക്ക് അത് ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല, will not be taxed. So liquidator അസറ്റും ലയബിലിറ്റി എല്ലാം സെറ്റ് ചെയ്ത് വിറ്റിട്ട് ഒരു ഫിഗർ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ that will be treated as transfer. Then കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ 46 സബ്സെക്ഷൻ 2 പ്രകാരം അക്യൂമുലേറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് കിട്ടിയാലും ആ ഒരു കിട്ടുന്നത് 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഈ പ്രകാരം എന്താണ് ഡിവിഡന്റ് ആണ്. അത് 115 BBDA പ്രകാരം ആ ലിമിറ്റ് വെച്ചിട്ട് ടാക്സ് ചെയ്യും. ദെൻ അസറ്റോ മണിയോ കിട്ടുകയാണെങ്കിൽ എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ന് എന്താണ് കിട്ടിയ അസറ്റിന്റെ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ പ്ലസ് എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ദെൻ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരത്തില്ല, എന്താണ് അത് സെപ്പറേറ്റ് ഡിവിഡന്റ് ആയിട്ട് ടാക്സ് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യും full value consideration എന്താണ് ആ ഡിവിഡന്റ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഡിഡക്ട് ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. Next one. Section 46 capital A. Section 46 capital A. 46 capital A. Provision in respect of buyback of shares. Capital gain. Capital gain on buyback. Buyback of shares. Capital gain on buyback. So company shares buyback ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന capital gain. So ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ 46A പ്രകാരം എന്താണ് ടാക്സ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. So capital gain on buyback of shares. Buyback of shares. Buyback of shares. Bracket listed or unlisted. So listed agam, unlisted agam. Buy. Okay. So buyback of shares. Listed agam, no. Buyback of endu mathranu ivide parayunnathu shares. Adu listed agam, unlisted agam. Buy. ഒന്നെങ്കിൽ ബൈബാക്ക് ചെയ്യുന്നത് ഡൊമസ്റ്റിക് കമ്പനി ആകാം. ഡൊമസ്റ്റിക് കമ്പനി അല്ലെങ്കിൽ other than domestic company. Domestic company ആകാം. സോ ഒന്നില് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നത് അത് ലിസ്റ്റഡ് ആകാം, അൺലിസ്റ്റഡ് ആകാം. ഡൊമസ്റ്റിക് കമ്പനി ആകാം അല്ലെങ്കിൽ അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി ആകാം. ഓക്കെ. സോ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ നമ്മൾ രണ്ട് സെനാരിയോ ഇവിടെയും ഡിസ്കസ് ചെയ്യാണ്. ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി, ടാക്സബിലിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി. ആരുടെ ഉണ്ടാവും ടാക്സബിലിറ്റി in the hands of shareholders. So എനിക്കുണ്ടാകുന്ന കമ്പനിയിൽ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിരുന്ന ഷെയർ എന്താണ് കമ്പനി തിരിച്ചു വാങ്ങിക്കുകയാണ്. അത് ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ, സോ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ ഇതൊരു അഡീഷണൽ കമ്പനിക്ക് അഡീഷണൽ income tax at the rate 23.296 percentage additional. So company normal tax അല്ല, ഈ ഒരു ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇൻകത്തിന്റെ പുറത്ത് എന്താണ് കമ്പനിക്ക് ആ എമൗണ്ടിന്റെ പുറത്ത് ഇൻകത്തിന്റെ പുറത്ത് എന്ത് ചെയ്യും 23.296% ടാക്സബിലിറ്റി കമ്പനിക്ക് അട്രാക്ട് ചെയ്യും. സോ അത് വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഫ്ലാറ്റ് റേറ്റ് 20%, ദെൻ ഒരു സർചാർജ് 12%, ദെൻ സെസ് 4%. സർചാർജ് സോ നോക്കാം, കാൽക്കുലേറ്റർ നോക്കാം. 20 plus
12% plus 4% at 23.296. So tax itanninte purathaanu surcharge, adinte purathaanu cess. So chumma just 20 plus 12 plus 4 ennu add cheythu 36 ennu edukkaruthu. 20 യുടെ പുറത്ത് 12%, ആ കിട്ടിയതിന്റെ പുറത്ത് 4%. സോ ആഡ് ചെയ്ത് വരുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താണ് നമുക്ക് എത്ര ഇടുന്നത്? 23.296%. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ. സോ ഓൾറെഡി ഈ ബൈബാക്ക് ചെയ്തിട്ടുണ്ട്, ആ എമൗണ്ടിന്റെ പുറത്ത് ആര് ടാക്സ് അടച്ചിട്ടുണ്ട്? കമ്പനി അടച്ചിട്ടുണ്ട്. എന്നാണ് 20% സർചാർജ് പ്ലസ് 4% സെസ്. സോ ഇനിയും ഷെയർ ഹോൾഡർക്ക് എന്തെങ്കിലും വരും? ഓൾറെഡി എന്തെങ്കിലും ഡബിൾ ടാക്സേഷൻ ഉണ്ടാവും? ഇല്ല. സോ ഓൾറെഡി കമ്പനി ടാക്സ് ചെയ്തുകൊണ്ട് എന്താണ് ഷെയർ ഹോൾഡറുടെ കയ്യില് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 34 ക്യാപിറ്റൽ എ. 10 സബ്സെക്ഷൻ 34 ക്യാപിറ്റൽ എ കൊണ്ട് എന്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ അല്ലേ? Yes, sir. സോ അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ in the hands of company, in the hands of shareholders, in the hands of shareholders. So in the hands of the company, in the hands of the company, not taxable. No, other than domestic company ആണെങ്കിൽ ഈ ഷെയർസ് ബൈബാക്ക് ചെയ്താൽ എന്താണ് ടാക്സ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡറിനെ വെറുതെ വിടും? ഇല്ല. സോ ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യും? ഇൻകം എറൈസിങ് ഇൻകം. ദാറ്റ് മീൻസ് പർച്ചേസ് ചെയ്ത ഒരു പൈസ ഉണ്ടാവും, തിരിച്ച് കൊടുത്ത ഒരു പൈസ ഉണ്ടാവും, അതിന്റെ അപ്പുറത്തുണ്ടാകുന്ന ഇൻകം എറൈസിങ് ടു ഷെയർ ഹോൾഡേഴ്സ്. Taxable as capital gain. Taxable as capital gains under section നമ്മുടെ section 46 capital A. 46 capital A. ക്ലിയർ ആണോ? ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ കമ്പനി തന്നെ ടാക്സ് കൊടുക്കും, അതുകൊണ്ട് ഷെയർ ഹോൾഡറെ ഒഴിവാക്കി 10 സബ്സെക്ഷൻ 34 ഫുള്ളി എക്സംപ്റ്റഡ്. അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് ടാക്സബിലിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ഷെയർ ഹോൾഡർക്ക് ഉണ്ടാകുന്ന ഇൻകം ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? 46A സെക്ഷൻ പ്രകാരം ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir. Then buyback of specified securities. Specified securities in bracket other than shares. Already നമ്മൾ എന്താണ് ഷെയർസിന്റെ പറഞ്ഞു കഴിഞ്ഞു. ബൈ എനി കമ്പനി. സോ ഇവിടെ എന്താണ് ഡൊമസ്റ്റിക് കമ്പനിന്നോ അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനിന്നോ സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല. ഷെയർ അല്ലാതെ ബാക്കി സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് എന്തെങ്കിലും ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാ കമ്പനിക്കും, ഡൊമസ്റ്റിക് കമ്പനിക്കും അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനീസിനും എല്ലാവർക്കും ഇത് തന്നെയാണ് ബാധകം. രണ്ട് സെനാരിയോ ഇവിടെ. In the hands of company, not taxable. In the hands of shareholders, in the hands of shareholders, എന്താണ് taxable income arising is taxable under capital gains under section 46 capital A. Under section 46 capital A. Under section 46 capital A. Clear ആണോ? Yes, sir. Yes, sir. സോ ഇതാണ് 46 and 46A നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സെക്ഷൻ. 46
ലിക്വിഡേഷന്റെ കേസിൽ കമ്പനി അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കമ്പനിയുടെ കയ്യില് ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നമ്മൾ രണ്ട് ട്രീറ്റ്മെന്റ് കണ്ടു. ദെൻ ബൈബാക്ക് ഓഫ് ഷെയർസ്, സോ ബൈബാക്ക് ബൈ കമ്പനി, സോ ബൈബാക്ക് ഓഫ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിക്കും അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനിക്കും നമ്മൾ സെപ്പറേറ്റ് കണ്ടു. ദെൻ എനി അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് ആണെങ്കിൽ എല്ലാ കമ്പനിക്കും ഒരേപോലെയാണ് ട്രീറ്റ്മെന്റ്. കമ്പനിക്ക് ടാക്സബിലിറ്റി ഇല്ല, ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് 46A പ്രകാരം ഉണ്ടാകുന്ന എറൈസിംഗ് ഗെയിൻ, ഇൻകം എറൈസിംഗ് വിൽ ബി ടാക്സ്ഡ് ആസ് ക്യാപിറ്റൽ ഗെയിൻ. Okay. Then next head, determination of period of holding. Determination of period of holding. Okay, so certain case le period of holding determine cheyananu parayunnathu. Case period of holding. Okay, first one, shares held in a company, shares held in a company in liquidation. So the period subsequent to the date of liquidation, period subsequent to the date of liquidation of company shall exclude. Okay. So liquidation date കഴിഞ്ഞ കമ്പനി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് അകത്ത് എന്താണ് ആ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഷാൽ എക്സ്ക്ലൂഡഡ്. ക്ലിയർ? സോ അത് വെച്ചിട്ടായിരിക്കും ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്നുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, പീരീഡ് ഓഫ് ഹോൾഡിംഗ്. സോ 3 ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഒന്ന് 12 months വരെ ഹോൾഡ് ചെയ്താൽ 12 monthsന് മുകളിലാണെങ്കിൽ ഷോർട്ട് ടൈം മാറി ലോങ് ടൈം ആകുന്നത്, ദെൻ 24 monthsന് മുകളിലാണെങ്കിൽ ലോങ് ടൈം ആകുന്നത്, ദെൻ ജനറൽ കേസ്. സോ അത് കൂടാതെ 2 കേസ് പ്ലസ് ജനറൽ കേസ് എല്ലാം തന്നെ എന്താണ് 36 months. സോ ഏത് പീരീഡ് ആണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് എന്നത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, important one, SSE asset becomes the property of an SSE by virtue of Section 49 subsection 1. Section 49 subsection 1. The period for which the capital asset held by previous owner shall be included. Okay. Then next one, inventory of business. Inventory of business is converted into capital asset. So ഏത് പീരീഡ് ആയിരിക്കും എടുക്കുക? സോ കൺവേർഷൻ ഡേറ്റ് വരെ അതെന്താണ്? ഇൻവെന്ററി ആണ്, സ്റ്റോക്ക് ആണ് അല്ലെ? സോ ഇൻവെന്ററി സ്റ്റോക്ക് ആണ്. സോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ആ ഡേറ്റ് മുതൽ അങ്ങോട്ട് അത് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ എന്ന് മുതലായിരിക്കും എടുക്കുന്നത്?
period from the date of conversion. Period from the date of conversion. Conversion. Period from the date of conversion. Considered. എന്നാണോ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അന്ന് മുതൽ എന്തെടുക്കും പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ ഇൻക്ലൂഡ് ചെയ്യും. ക്ലിയർ? Yes, sir. Yes, sir. Then next one, shares in Indian company bracket amalgamated company becomes the property of an assessee in lieu of shares held by him in the amalgamating company. ആ കേസില് period for which the shares held by assessee in the amalgamating company shall be included. So amalgamating company le shares held ചെയ്ത data include ചെയ്യും. Okay, then next one, shares or any other securities. Shares or any other securities is subscribed by the assessee on the basis of right to subscribe to any shares or securities or by person in whose favor the right is renounced. Okay. So right issue in the case period from the date of allotment of such shares. Period from the so right പറഞ്ഞ പോരാ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് date allotment of shares from the date of allotment. So right ഉണ്ട് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ല, ആക്ച്വലി അത് ഒന്നുകിൽ ആ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആ റൈറ്റ്സ് റിനോട്ട്സ് ചെയ്തിട്ട് വേറെ ഒരു പേഴ്സൺ അയാൾക്ക് എന്നാണോ ആ പറയുന്ന ഷെയർസ് അലോട്ട് ചെയ്യുന്നത് അന്ന് മുതൽ പീരീഡ് കണക്കാക്കത്തുള്ളൂ. ഓക്കെ, next one, right to subscribe to any share or security
security renounced in favor of any other person, in favor of any other person, any other person. Okay. ആ കേസില് period from date of offer, date of offer, date of offer of such right. So renounce ചെയ്യുന്ന കേസില് അത് ഡിസ്റ്റിംഗ്വിഷ്മെന്റ് എല്ലാം തന്നെ നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ആയിട്ടാണ് കൂട്ടുന്നത്. സോ എനിക്ക് ഒരു റൈറ്റ് കമ്പനി തന്നു, ബട്ട് ഞാൻ എന്ത് ചെയ്തു, അത് വേറെ ആൾ കൊടുത്താൽ എന്നാണോ ആ ഓഫർ വെച്ചത്, സച്ച് റൈറ്റ് ബൈ ദ കമ്പനി വിൽ ബി എന്താണ് കൗണ്ട് ചെയ്യും, പീരീഡ് ഓഫ് ഹോൾഡിംഗിന്റെ കേസിൽ കൗണ്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, any financial asset, any financial asset is allotted without any payment, without any payment, and on the basis of holding of any other financial asset, any financial asset. Okay, so period from the date of allotment of such financial asset, from the date of allotment of, period of date of allotment of such financial asset. Then next case, shares in the Indian company being resulting company becomes the property of an assessee in consideration of demerger. ഈ കേസില് period for which the shares were held by assessee, period for which shares held by assessee in demerged company, shall included. So resulting company share കിട്ടിയാൽ ഇതാണ്. സോ ഡീമർജ്ഡ് കമ്പനിയിൽ ഉണ്ടായിരുന്ന ഷെയർ ആണ് അങ്ങോട്ട് വന്നത്. ഇൻ കണക്ഷൻ വിത്ത് ഡീമർജർ ആണെങ്കിൽ ഡീമർജ്ഡ് കമ്പനിയിൽ ഹോൾഡ് ചെയ്ത ഡേറ്റ് അവിടെ മുതൽ ഡേറ്റ് കൗണ്ട് ചെയ്യും ഫോർ കമ്പ്യൂട്ടിംഗ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ഓക്കെ, equity shares becomes the property of the assessee by way of conversion of preference shares into equity shares. So preference shares ne convert ചെയ്ത് equity shares ആക്കുന്ന കേസിലാണെങ്കിൽ എന്ന് മുതലേ കൂട്ടും,
Period holding. Preference shares on the date model. The period for which preference shares were held by SSC. Period for which preference shares were held by SSC. By SSC shall included. Then as one. Any specified security or sweat equity shares is allotted or transferred directly or indirectly by employer free of cost or at a concessional rate to his employees. ഈ കേസില് എന്തായിരിക്കും പീരീഡ് പറയാം. Period from the date of allotment or transfer of such specified security or sweat equity shares. Clear no? Yes, sir. Okay. Last area. So നമ്മള് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്കത് പറയാം. സെക്ഷൻ 48 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. സോ പല കേസിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിൽ നിന്ന് എന്താണ് ട്രാൻസാക്ഷൻ ആയിട്ട് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറച്ചു. നെറ്റ് കൺസിഡറേഷൻ. സോ നെറ്റ് കൺസിഡറേഷൻ നമ്മൾ എന്ത് കുറയ്ക്കും? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടും ഇൻഡെക്സേഷൻ കിട്ടാത്ത കുറെ സിനാരിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഷോർട്ട് ടൈം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനെ കുറിച്ച് നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. സോ ജസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാൽ പോരല്ലോ, ഇനി എന്താണ് അതിനെ ടാക്സ് ചെയ്യണ്ടേ? സോ ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സബിലിറ്റി ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടാക്സബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. നെക്സ്റ്റ് കേട്ട് കൊടുക്കുക. ടാക്സബിലിറ്റി. ഒരു ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്താൽ അതിന്റെ ടാക്സബിലിറ്റി. നെക്സ്റ്റ് കേട്ട് കൊടുക്കുക. ടാക്സബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. Taxability of capital gain. Taxability of capital gains. Taxability of capital gains. Okay. So now രണ്ട് type of capital gains ആണുള്ളത്. Long term capital gain and short term capital gain. Long term capital gain and short term capital gain. First year കൊടുക്കുക. Taxability of short term capital gains. Taxability of short-term capital gains. Yeah. ശ്രദ്ധിക്കാം. രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്
under section 111 capital A. Short-term capital gain other than covered under section 111 capital A. So, രണ്ട് type of short-term capital gain ആണുള്ളത്. So, short-term capital asset നെ transfer ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Short-term capital gain. Okay. So, എന്തിലൊഴിച്ച്? Section 50 ഒഴിച്ച്. Clearly? Yes, sir. Okay. So, ഇതിനകത്ത് നമ്മൾ specific ആയിട്ട് പറയുന്നത് any short-term capital gain. Any short-term capital gain on transfer of first one equity shares, then unit of equity oriented fund, unit of equity oriented fund. So very important, unit of equity oriented fund, unit of equity oriented fund, then unit of business trust, then ULIP, on which exemption under section 10 subsection 10D not allowed. Okay. So, നമ്മൾ ഇതെവിടെയാണ് ഇത് ഡിസ്കസ് ചെയ്തത്? ക്യാപിറ്റൽ അസറ്റ് അല്ലെ? സോ ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ എന്ത് വരുന്നുണ്ട്? യൂലിപ്പ്. സോ എപ്പോഴാണ് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ യൂലിപ്പ് വരുന്നത്? എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D കിട്ടാത്തതിന്റെ കാരണം എന്താണ്? 250,000. സോ അതിനകത്ത് ഏതൊക്കെ പ്രൊവിഷൻ ആണ്? 4th and 5th provision. അല്ലെ? Is not allowed as per 4th and 5th proviso. 4th and 5th proviso. Okay. So, e parayna assets. So, that means e parayna assets normally equity shares, unit of equity oriented fund, unit of business trust. ഒക്കെ വരുന്ന എന്താണ്? സോ അതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ then shall be no. So ഇത്രയും ഉണ്ടോ? സോ 111A സെക്ഷൻ 111A കവർ ചെയ്യണമെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇത്രയും ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഗെയിൻ ആയിരിക്കണം. സോ shall be liable to tax at the rate 15% if security transaction tax has paid on such sale, അല്ലെങ്കിൽ transfer. Security transaction tax paid. Okay, when security transaction tax chargeable ആണെങ്കിൽ, so very important. So section 111A എപ്പോഴാണ് നമുക്ക് വരുന്നത്? ഒന്നുകിൽ short term capital gain on transfer. So short term capital asset ആയിട്ടുള്ള equity shares or equity oriented fund or unit of business trust or ULIP. So ULIP അത് capital asset ആണെങ്കിൽ എന്താണ്? On which exemption under section 10 subsection 10D is not allowed as per proviso 4th and 5th proviso. That means എന്താണ്? പ്രീമിയം പേ ചെയ്യുന്നത് 2,50,000 എക്സീഡ് ചെയ്താലാണ് ആ ഒരു എക്സംഷൻ കിട്ടാതെ പോകുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ ആ പോയിന്റ്? ദെൻ ഈ പറയുന്ന അസറ്റിൽ നിന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടുന്നതെങ്കിൽ സെക്ഷൻ 111A അട്രാക്ട് ചെയ്യും. എന്ത് ചെയ്യും? നമുക്ക് എന്താണ്? സ്പെഷ്യൽ റേറ്റ് ആണ്. എന്ത് ഉണ്ടോ? സോ നമ്മുടെ സ്ലാബ് റേറ്റിലോട്ട് പോകത്തില്ല. സ്പെഷ്യൽ റേറ്റ് ആണ്. എത്രയാണ് അത് വരുന്നത്? 15%. ആ 15% കിട്ടുന്ന എപ്പോഴാണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകണം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആകണം, ഗെയിൻ ആകണം. അതുകൂടാതെ ആ സെയിലിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിന്റെ സമയത്ത് എന്ത് പേ ചെയ്തിട്ടുണ്ടാവണം?
സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് വരുന്നത്? 15%. 15%. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. സാധാരണ ഈ 111A കവർ ചെയ്യാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ടാക്സ് ചെയ്യുന്നത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഉണ്ടോ ഇത്രയും പറയുന്ന അസറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഫ്ലാറ്റ് 15%. സോ ഇതൊന്നും അല്ലാത്ത ഒരു സാധാരണ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ടാക്സ് ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും സ്പെസിഫിക് റേറ്റ് ഉണ്ടോ? Taxed as per normal tax rate. So normal എന്താണ് നമ്മുടെ അസസി അനുസരിച്ചിട്ട് എന്താണ് നോർമൽ സ്ലാബ് റേറ്റിലോട്ട് പോകും. സോ വിൽ ബി ട്രീറ്റ് ആസ് നോർമൽ ഇൻകം. സോ എങ്ങനെ കിട്ടും? ഓരോ ടാക്സ്. സോ 2,50,000 ഇടനില്ല, അതിനുശേഷം പുറത്തോട്ട് എന്താണ് 5%, then 20%, 30% ആ സെനാരിയിലോട്ട് പോകും. ക്ലിയർ ആണോ? Yes, sir. കേൾക്കാമോ? Yes, sir. കേൾക്കാം. Yes, sir. Then next point. Next one is the benefit of concessional rate. Concessional rate at the rate 15% available on transaction undertaken in foreign currency on recognized stock exchange. On recognized stock exchange located in an IFSC, International Financial Service Center. Even though STT not paid. So ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ആണെങ്കിൽ STT പേ ചെയ്തില്ലെങ്കിൽ, ബട്ട് 111A പ്രകാരം ഈ പറയുന്ന അസറ്റ്സ് ആണെങ്കിൽ STT പേ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 111A. അതർവൈസ് എന്താണ് 111A അല്ലെങ്കിൽ നോർമൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും. നോർമൽ ടാക്സ് റേറ്റിൽ ടാക്സ് ചെയ്യും. ഓക്കെ. Yes, sir. Not paid in respect of such transaction. Then next one, next point. Then നമുക്കറിയേണ്ടത് ഡിഡക്ഷൻ കിട്ടുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഡിഡക്ഷൻ under chapter 6A is not available against short-term capital gain under section 111A. So chapter 6A deduction എന്തിനെ against കിട്ടത്തില്ല? 111A പ്രകാരം ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ
ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടില്ല. ഇനി അറിയേണ്ട ഒരു പോയിന്റോടാണ് പറയേണ്ടത്. സോ നമ്മള് ഇൻഡിവിജ്വലോ റെസിഡന്റ് ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ നമുക്ക് നോർമലി എന്ത് കിട്ടും? ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000 വരെ കിട്ടും അല്ലെ? സോ എനിക്ക് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു സെനാരിയോ കൺസിഡർ ചെയ്യാം. എനിക്കൊരു ഗെയിൻ ഉണ്ട്. എനിക്ക് എന്താണ് ഈ പറയുന്ന 111A പ്രകാരമുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 111A പ്രകാരമുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് ഒരു 5 lakh ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് ഈ പറയുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടുമോ ഇല്ലയോ? കിട്ടുമെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ടാക്സ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പിന്നീട് അറിയേണ്ടത്. കിട്ടുമോ? ബേസിക് എക്സംഷൻ കിട്ടുമോ ഇല്ലയോ? in case of resident, very important, resident individual and HUF. In case of resident individual and HUF, the short term capital gain, the short term capital gain shall be reduced by unexhausted basic exemption limit and balance shall be taxed at 15%. Balance shall be taxed at 15%. So ഇവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു, അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. നമുക്ക് രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, പ്രസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, ഒരു SSC. അയാൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ അണ്ടർ സെക്ഷൻ 111A എന്ന് വിചാരിക്കാം. 111A അതൊരു 3,50,000 വിചാരിക്കാം. സോ അയാൾക്ക് അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയുണ്ട്? അയാൾക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയുണ്ട്? റെസിഡന്റ് സോ 2,50,000 ഉണ്ടോ? സോ 111A ഉണ്ടോ? സോ 111A 15%. സോ എനിക്കൊരു ഇതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് തരുന്നത്. ഞാനൊരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്. ആക്ച്വലി എനിക്കിത് വേറെ ഇൻകം ആയിരുന്നെങ്കിൽ എനിക്ക് 2,50,000 വരെ കിട്ടും. ബട്ട് എനിക്കിത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്താണ് 1,50,000 വരെ എന്താണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടും. മിച്ചം എത്രയുണ്ട്? 1 lakh. സോ നോർമലി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ 2,50,000 മുതൽ 5 lakh വരെ 5% ആയിരുന്നു. അത് കിട്ടത്തില്ല. ബേസിക് എക്സംഷൻ ലിമിറ്റ് വരെ തരാം. അത് കഴിഞ്ഞ് മിച്ചമുള്ള എത്ര എടുക്കണം? 15% ടാക്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. സോ ഇനി അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. റെസിഡന്റ് ഇൻഡിവിജ്വൽ തന്നെയാണ്. റെസിഡന്റ് ഇൻഡിവിജ്വൽ തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ജസ്റ്റ് ഞാൻ പറയാം, IFOSൽ ഒരു 1 lakh ഇൻകം ആണ്. ജസ്റ്റ് പറയാണ്. അതർ സോഴ്സിൽ 1 lakh. ദെൻ ക്യാപിറ്റൽ ഗെയിനിൽ അണ്ടർ സെക്ഷൻ 111A ഇതേപോലെ ഒരു 3,50,000 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കേസിൽ എങ്ങനെയായിരിക്കും ടാക്സ് ചെയ്യുന്നത്? ഇവിടെ ഒരു അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ. ദാറ്റ് മീൻസ് ആദ്യം ഈ 1 lakh എന്ത് ചെയ്യും? ബേസിക് എക്സംഷൻ ലിമിറ്റോടെ കുറയ്ക്കും. ദെൻ മിച്ചം എത്രയുണ്ട്? അൺഎക്സോസ്റ്റഡ് 1,50,000 അല്ലെ? സോ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്തിന്ന് കുറയ്ക്കും? 111A പ്രകാരമുള്ള ക്യാപിറ്റൽ ഗെയിനിൽ കുറയ്ക്കും. സോ മിച്ചം എത്ര കിട്ടും? 2 lakhs അല്ലെ? സോ 2 lakhsന്റെ പുറത്ത് എത്ര ശതമാനം എടുക്കും? 15% എടുക്കും. ക്ലിയർ ആയോ? അത് മാത്രമുള്ളെങ്കിൽ ഫുള്ള്
unexhausted basic exemption. വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, അത് ബേസിക് എക്സംഷൻ ലിമിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് മിച്ചമുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന 111 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് കുറച്ചിട്ട് മിച്ചമുള്ളത്, പിന്നെ സ്ലാബ് റേറ്റ് ഒന്നുമില്ല, ഫ്ലാറ്റ് 15%. ക്ലിയർ ആണോ? സോ ഇതാണ് 111A നോർമൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. ഇങ്ങോട്ട് നേരെ നോർമൽ സ്ലാബ് റേറ്റിലേക്കാണ് നോർമൽ 111A അല്ലാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? Then section 112. Section 112. So but taxability of long-term capital gain. Taxability of long-term capital gains. Taxability of long-term capital gain. So another general section ആണ് section 112. Section 112. Section 112 പറഞ്ഞ long-term capital gain. Long-term capital gain on long-term capital gain on listed securities. On listed securities. On listed securities other than units. Other than units and okay, so long term capital gain on listed securities other than units and zero coupon bonds. Zero coupon bonds. Yeah. SSC can opt to pay. So long term capital gain ആണെങ്കിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? സെക്ഷൻ 48 പ്രകാരം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. സോ ഇവിടെ നോക്കാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് സോ സെക്ഷൻ 112 ആണെന്നുണ്ടെങ്കിൽ SSCക്ക് ഓപ്ഷൻ ആണ്. സോ എന്താണ് 112? ലിസ്റ്റഡ് സെക്യൂരിറ്റിയോ സീറോ കൂപ്പൺ ബോണ്ടോ ആണെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. 20% tax 20% with the indexation. With the indexation 20% with the indexation. അല്ലെങ്കിൽ 10% without indexation. So indexation എടുക്കാതെ SSCക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് ആ ഓപ്ഷൻ എടുക്കാം. In the long term capital gain arising from listed securities and zero coupon bond ആണെങ്കിൽ, ബാക്കിയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതാണ് ഫ്ലാറ്റ് 20% വിത്ത് ഇൻഡെക്സേഷൻ ആണ് കിട്ടുന്നത്. സോ ഈ രണ്ട് ഒന്നെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ യൂണിറ്റ്സ് ആൻഡ് സീറോ കൂപ്പൺ ബോണ്ട്സ് ആണെങ്കിൽ മാത്രം കിട്ടുന്നതാണ് എന്ത്, ഈ പറയുന്ന 112A. സോറി 112. 20% അല്ലെങ്കിൽ വിത്ത് ഇൻഡെക്സേഷൻ അല്ലെങ്കിൽ 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ഓക്കെ അല്ലേ? സോ ഇതല്ലാത്ത നോർമൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, സോ അതായത് ലിസ്റ്റഡ് സെക്യൂരിറ്റോ സീറോ കൂപ്പൺ ബോണ്ടോ അല്ലാത്ത വേറെ എന്ത് ക്യാപിറ്റൽ അസറ്റും ഏത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ട്രാൻസ്ഫർ ചെയ്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ് പറയുന്നത്? 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഈ രണ്ട് കേസിൽ മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. SSCക്ക് ഏതാണോ ബെനിഫിഷ്യൽ, ദാറ്റ് മീൻസ് SSCക്ക് ബെനിഫിഷ്യൽ ഇൻ ദ സെൻസ് ടാക്സ് കുറവിന് അല്ലെങ്കിൽ ഗെയിൻ കുറവ് വരുന്ന ഏതാണോ അത് എടുക്കാം. ഒന്നുകിൽ 20% ടാക്സ് വിത്ത് ഇൻഡെക്സേഷൻ എടുക്കാം, 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇൻ കേസ് ഓഫ് നോൺ റെസിഡന്റ് or foreign company, tax on long-term capital gain from unlisted securities or shares. Unlisted securities or
shares is 10%, is 10% without indexation. Foreign company, in case of non-resident foreign company, 10% tax on long-term capital gain from unlisted securities or shares without indexation or കിട്ടും. So clear. So section 112 പ്രകാരം എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്നത്? ലിസ്റ്റഡ് സെക്യൂരിറ്റീസോ അതർ ദാൻ യൂണിറ്റ്സ് പ്ലസ് സീറോ കൂപ്പൺ ബോണ്ട് ആണെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അസസിക്ക് 20% വിത്ത് ഇൻഡെക്സേഷൻ അല്ലെങ്കിൽ 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ദെൻ വേറെ നോർമൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എല്ലാം എന്താണ് 20% ആണ് നമ്മൾ നോർമലി എടുക്കുന്നത്. സോ നോൺ റെസിഡന്റ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസിന് അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ് കേസിലും അവർക്ക് എന്ത് കിട്ടും? 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്, വിത്തൗട്ട് ഇൻഡെക്സേഷൻ ഉള്ള ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടും. ക്ലിയർ? Yes, sir. Last section, section 112A. Section 112A, very important. Section 112 capital A. Section 112 capital A. Section 112 capital A. Long term capital gain. Okay, so ശ്രദ്ധിക്കാം, long term capital gain. Long term capital gain on transfer of first one equity shares, then second one equity oriented fund, equity oriented funds, then units of equity oriented funds, units of business trust. Okay, so ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ സെക്ഷൻ 111A പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സോ അതുകൂടെ എന്ത് പറയും? യുലിപ് issued on or after ആ ഡേറ്റ് എന്തായിരുന്നു? 1/2/2021 under section 10(10)D exemption not allowed. So ഏത് പ്രൊവിഷൻ പ്രകാരമാണ്? 4th and 5th പ്രൊവിഷൻ. That means 2,50,000 മുകളിൽ. സോ ഇതുണ്ടോ നമ്മൾ നേരത്തെ 111A ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ്സിൽ നിന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു. ദെൻ ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് ഈ പറയുന്ന അസറ്റ്സ് ക്യാപിറ്റൽ അസറ്റ്സ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് ആകണം. And long term capital gain on transfer of these assets in excess of rupees 1 lakh. So up to 1 lakh endana taxability illa. In excess of rupees 1 lakh, in excess of rupees 1 lakh, in excess of rupees 1 lakh shall be taxable at the rate 10%, shall be taxable at the rate 10% on such long term capital gain. If, very important, if security transaction tax, if security transaction tax is paid on acquisition and transfer and on sale, transfer and on sale, ഈ പറയുന്ന ഐറ്റംസില്. സോ 111A എന്താണ് പറഞ്ഞത്? ട്രാൻസ്ഫറിന്റെ സമയത്ത് മാത്രം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്യണം എന്നാണ് പറഞ്ഞത്.
സോ 112A വന്നപ്പോൾ എന്താണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്താണ് അക്വിസിഷൻ ടൈമിലും സെയിൽ ടൈമിലും എന്തിരിക്കണം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തെങ്കിൽ 1 lakh വരെ എക്സംപ്റ്റഡ് ആണ് 1 lakhന് മുകളിൽ എത്ര പെർസെന്റ് എടുത്താൽ മതി 10% എടുത്താൽ മതി ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ deduction under chapter 6A deduction under chapter 6A under chapter 6A deduction under chapter 6A is not allowable for long term capital gain under section 112A. So ഇവിടെയും കൂടെ ഒരു പോയിന്റ് എഴുതണം സോ 112ലും ഒരു പോയിന്റ് ഉണ്ട് നോ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A സോ ദാറ്റ് മീൻസ് 111A അല്ലാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ എന്തെങ്കിലും വരുന്നത് 111A അല്ലാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ നോർമൽ ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടുള്ളൂ 112നും കിട്ടത്തില്ല 112Aക്കും കിട്ടത്തില്ല 111Aക്കും എന്ത് കിട്ടത്തില്ല ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടില്ല ബട്ട് ഇവർക്കെല്ലാം എന്താണ് റെസിഡന്റ് ഇൻഡിവിജ്വലോ HF ആണെങ്കിൽ എന്ത് കിട്ടും അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ not allowable deduction under section 112A. So ഇവിടെ എന്താണ് ഒരു കാര്യം കൂടി എഴുതാം no deduction under chapter 6 deduction chapter 6 not allowable then rebate under section so 112A ക്ക് rebate കിട്ടില്ല rebate under section 87A so നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്ത റീബേറ്റും എന്ത് കിട്ടത്തില്ല നോട്ട് അലൗഡ് ഫോർ ക്യാപിറ്റൽ ഗെയിൻസ് അണ്ടർ സെക്ഷൻ 112A ഒരു പോയിന്റ് കൂടാനുള്ളത് എന്താണ് റെസിഡന്റ് ഇൻഡിവിജ്വൽ ആൻഡ് റെസിഡന്റ് HFന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ reduced by unexhausted basic exemption limit and balance shall be taxed at the rate 10%. Balance shall be taxed at the rate 10%. Okay. Yes, sir. Then, ഒന്ന് sum up ചെയ്യാം. Taxability of capital gains. So, രണ്ട് type ആണുള്ളത്. Short term capital gain. Long term capital gain. Long term capital gain. Then short term capital gain ആണെങ്കിൽ എന്താണ് സെക്ഷൻ 111A പ്രകാരമുള്ളത് അതേഴ്സ് എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് നോർമൽ റേറ്റ് നോർമൽ സ്ലാബ് റേറ്റ് 111A ആണെങ്കിലോ എത്രയാണ് 111A ആണെങ്കിൽ എത്ര പെർസെന്റ് ആണ് 15% എന്താണ് STT പെയ്ഡ് ഓൺ സെയിൽ അല്ലെ നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ ഇവിടെ എന്ത് കിട്ടത്തില്ല നോ ചാപ്റ്റർ 6A ഡിഡക്ഷൻ ദെൻ എന്ത് കിട്ടും അൺഎക്സോസ്റ്റഡ്
unexhausted unexhausted basic exemption allowed. Okay. Yes. Then so long term capital gain ആണെങ്കിൽ എന്താണ് സെക്ഷൻ 112 ഉണ്ട്, സെക്ഷൻ 112A ഉണ്ട്. സോ സെക്ഷൻ 112 ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ്. നോർമൽ ആണെങ്കിൽ എന്താണ് 20% വിത്ത് ഇൻഡെക്സേഷൻ ആണ് അല്ലെ. ദെൻ വേറെ എന്താണ് ഏതൊക്കെ അസറ്റ്സിനാണെങ്കിലാണ് 112 നമ്മൾ ഒരു ഓപ്ഷൻ കിട്ടുന്നത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസും സീറോ കൂപ്പൺ ബോണ്ടും ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ആണ് എന്താണ് 20% ഇൻഡെക്സേഷൻ വെച്ചിട്ട് 20% ഓർ 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ക്ലിയർ അല്ലേ? സോ ഇതിലേതാണ് ബെറ്റർ അത് ചെയ്യാം. 112A ആണെങ്കിലോ എന്തായിരിക്കണം ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ് 1 lakh ആയിരിക്കണം. സോ 111A പറഞ്ഞ അതേ കാര്യങ്ങൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം. എക്സീഡ് 1 lakh ആണെന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് 10%. ഇവിടെയും ഇവിടെ ആണ് മൊത്തത്തില് നമുക്ക് എന്താ ഇവിടെ ചാപ്റ്റർ 6 കിട്ടുമോ 112ന്? നോ ചാപ്റ്റർ 6A ഡിഡക്ഷൻ. ദെൻ എന്താണ് ഇവിടെ ബേസിക് അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ അലൗഡ് ആണ്. ദെൻ ഇവിടെയോ ചാപ്റ്റർ 6A കിട്ടുമോ ഡിഡക്ഷൻ? ഇവിടെ അൺഎക്സോസ്റ്റഡ് കിട്ടുമോ? സോ നമ്മൾ ടോട്ടൽ ഇൻകം പ്രോബ്ലം ചെയ്യുമ്പോഴത്തും ഈ ഒരു കണക്ഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇവിടെ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടുമോ 112A കിട്ടുമോ? കിട്ടും 10%. അല്ലെ. സോ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ടാർഗറ്റ് റെസിഡന്റ് ഇൻഡിവിജ്വൽ എച്ച്എഫിനെ കിട്ടത്തുള്ളൂ കേട്ടോ. സോ റെസിഡന്റ് ആയിരിക്കണം, റെസിഡന്റ് അല്ലെങ്കിൽ കിട്ടില്ല. സോ ഇവിടെ എന്താണ് അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ അലൗഡ് ആണ്. ബട്ട് ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ ഉണ്ട് അലൗഡ്. ദെൻ എന്ത് കിട്ടില്ല 87A സെക്ഷൻ 87A റീബേറ്റ് നോട്ട് അലൗഡ് അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. നോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 87A. സോ 5 lakh താഴെ ആണെങ്കിലും ഈ ഇൻകം 1 lakh മുകളിലാണ് 5 lakh താഴെ ആണെങ്കിൽ എന്ത് കിട്ടത്തില്ല 112A ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എന്താണ് 87A എന്താണ് റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A കിട്ടില്ല. ക്ലിയർ ആണോ? സോ നമ്മൾ ടോട്ടൽ ഇൻകം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്തിന് മാത്രമേ കിട്ടത്തുള്ളൂ ക്യാപിറ്റൽ ഗെയിൻ ഹെഡില് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതർ ദാൻ 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടുള്ളൂ. എല്ലാത്തിനും എന്ത് കിട്ടും റെസിഡന്റ് ഇൻഡിവിജ്വൽ എച്ച്എഫ് ആണെങ്കിൽ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടും. ദെൻ 112A മാത്രം എന്തുകൂടെ കിട്ടത്തില്ല സെക്ഷൻ 87A റീബേറ്റ് കിട്ടില്ല. ക്ലിയർ ആണോ? ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മൾ 3 ടൈപ്പ് ഓഫ് സെക്ഷൻസ് നമ്മൾ പഠിക്കണം. 3 ടൈപ്പ് ഓഫ് സെക്ഷൻസ്. സോ ഫസ്റ്റ് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ 2 subsection 14, then transfer definition 2 subsection 47, then capital gain chargeability വരുന്ന 45 subsection 1 ലാണ് എന്ത് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? സോ ഡെഫിനിഷൻസ് പറഞ്ഞു. ദെൻ സെക്ഷൻസ് ഒന്ന് പറയാമോ? സെക്ഷൻ 45 subsection 1A, സെക്ഷൻ 45 subsection 1A എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ഇൻഷുറൻസ് ക്ലെയിം. ദെൻ സെക്ഷൻ 45 subsection 1B എന്തായിരുന്നു? യൂലിപ്പ് അല്ലെ, 10 subsection 10B കിട്ടാത്ത. ദെൻ സെക്ഷൻ 45 subsection 2 capital asset into stock in trade. Capital asset into
stock in trade. Then section 45 subsection 5. 45 subsection 5 എന്തായിരുന്നു? Compulsory acquisition അതിന്റെ പുറത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ. സോ അതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ഇനിഷ്യൽ കോമ്പൻസേഷൻ, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, ദെൻ കോമ്പൻസേഷൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുന്ന കേസ്, ദെൻ ഇന്ററിം ഓർഡർ, അത്രയും കാര്യങ്ങൾ ഓർക്കണം. ദെൻ സെക്ഷൻ 45 സബ്സെക്ഷൻ 5A ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ് കേസിൽ, ദെൻ സെക്ഷൻ 46 ഇന്ന് ഡിസ്കസ് ചെയ്തു ഈവനിങ്. ലിക്വിഡേഷൻ അല്ലേ? ലിക്വിഡേഷൻ ഓഫ് കമ്പനി അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ്. സോ കമ്പനിയുടെ കയ്യിലും. ദെൻ 46 ക്യാപിറ്റൽ എയും ബൈബാക്ക്. സോ ബൈബാക്ക്. സോ ബൈബാക്ക് ഓഫ് ഷെയർസിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി. സോ ദെൻ ബൈബാക്ക് ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ എല്ലാ കമ്പനീസിലും ആപ്ലിക്കബിൾ ആകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദെൻ സെക്ഷൻ 47 എന്താണ്? ട്രാൻസാക്ഷൻസ് നോട്ട് regarded as transfer. Then section 48 computation. So ഇവിടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിനെ ഓവർറൈഡ് ചെയ്താണ് കുറെ സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 45 സബ്സെക്ഷൻ 1 48. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് capital gain, so short time capital gain, long time capital gain, period of holding വെച്ചിട്ട് then long time ഇവിടെ പറയുന്ന long time capital gain പൊതുവെ എന്ത് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. then നമ്മൾ കുറെ പറഞ്ഞു. സോ വേറെ കുറെ സെക്ഷനിലത്ത് ഡിസ്കസ് ചെയ്തിരുന്നു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും എന്ത് കിട്ടാത്തത്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്തത്. then സെക്ഷൻ 49 സബ്സെക്ഷൻ 1 ആണ്, നമ്മൾ അത് ഡിസ്കസ് ചെയ്തില്ല. then സെക്ഷൻ 50 capital gain on depreciable asset. Then section 50B, then slump sale. Then section 50C, consideration ഇതിനേക്കാൾ കുറവ്, less than stamp duty value. So അവിടെ ഒരു 110% ഉണ്ട്. then അത് അസസി ഒപ്പോസ് ചെയ്യണം. അസസി ഒപ്പോസ് ചെയ്താൽ വാല്യുവേഷൻ ഓഫീസർക്ക് വിട്ടാലുള്ള സെനാരിയോ. then പിന്നെന്താണ്? ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എഗ്രിമെന്റ് ഡേറ്റും രജിസ്ട്രേഷൻ ഡേറ്റും ഉണ്ടെങ്കിലുള്ള സെനാരിയോ. ഇത്രയും കാര്യങ്ങൾ 50C വരുന്നത്. നോർമലി നമ്മുടെ ക്വസ്റ്റ്യനിലെ ജസ്റ്റ് ഒരു ലൈനിൽ ഇങ്ങനെ പറഞ്ഞു പോകും. സോ സെക്ഷൻ 50C കോട്ട് ചെയ്ത് വേണം ആൻസർ എഴുതാൻ. ഓക്കെ. സെക്ഷൻ 50CA അൺലിസ്റ്റഡ് ഷെയർസിന്റെ കേസിൽ എന്താണ്? ഇതിനേക്കാൾ ഫെയർ മാർക്കറ്റ് വാല്യൂയിലേക്ക് താഴെ കൺസിഡറേഷൻ വന്നാൽ കൺസിഡറേഷൻ. then സെക്ഷൻ 50D എന്തായിരുന്നു? കൺസിഡറേഷൻ അസർട്ടൈൻ ചെയ്യാൻ പറ്റാതിരുന്നാൽ, കൺസിഡറേഷൻ നോട്ട് അസർട്ടൈനബിൾ ആ കേസിൽ സെക്ഷൻ 50D. then സെക്ഷൻ 51 അഡ്വാൻസ്. എന്താണ് അഡ്വാൻസ്? മണി received and forfeited. സോ ഇവിടെ ഒരു ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഡേറ്റ് വെച്ചിട്ടാണ് ഒന്നുകിൽ 51 കോസ്റ്റ് ഓഫ് അക്വസിഷൻ നിന്ന് കുറയ്ക്കും, അല്ലെങ്കിൽ നേരെ അവിടെ പോകും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെഡ് ആയിട്ടുള്ള IFOസിലേക്ക് പോകും എന്ന് പറഞ്ഞു. ആ ഡേറ്റ് ഏതാണ്? 1/4/2014 ബിഫോർ 1/4/2014 ആണെങ്കിൽ സെക്ഷൻ 51, ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണെങ്കിൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 9 പോകും.
സോ അവിടെ എന്താണ് ഏത് വർഷമാണോ അത് ഫോർഫീറ്റ് ചെയ്യുന്ന ആ വർഷം എന്താണ് അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. പിന്നെ നമ്മൾ ഡിഡക്ഷൻ എക്സംഷൻസ് 54 ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് നമുക്ക് ഇന്റർലെവലില് 54B, സെക്ഷൻ 54D, then section 54EC, then section 54F. then അതിന്റെ കൂടെ നമുക്ക് വരുന്നതാണ് 54Bയും ഇതും കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത് സെക്ഷൻ 10 സബ്സെക്ഷൻ 37. സെക്ഷൻ 10 സബ്സെക്ഷൻ 37. Then we'll discuss here section 55 cost of acquisition in certain cases. Cost of acquisition പറഞ്ഞിരുന്നു. Then എന്താണ് taxability of capital gains. ഏതൊക്കെയാണ് സെക്ഷൻസ് വരുന്നത് സെക്ഷൻ 111A, സെക്ഷൻ 112, then section 112 capital A. Clear? ഇത്രയുള്ളൂ ക്യാപിറ്റൽ ഗെയിൻ. സോ ഇതിനകത്ത് ഒരു 49 സബ്സെക്ഷൻ 1 ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. സോ നാളെ ഇത്രയും ഒന്ന് നോക്കി വരിക. നമുക്ക് നാളെ കംപ്ലീറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തീർക്കണം ക്യാപിറ്റൽ ഗെയിനില്. സോ ഇത് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ നാളെ കംപ്ലീറ്റ് ഇത്രയും പ്രൊവിഷൻസ് തന്നെ ഡിസ്കസ് ചെയ്യും. നാളെ ആ പ്രോബ്ലം വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ഓർത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് വരുന്ന ഏത് പ്രോബ്ലം ക്യാപിറ്റൽ ഗെയിനിൽ ചെയ്യാം. സോ സെക്ഷൻ പ്ലസ് ആ പ്രൊവിഷൻസ്. സോ സെക്ഷൻ കോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് പ്രൊവിഷൻ ഓർത്തെഴുതുക മാത്രമല്ല സെക്ഷൻ കൂടി ഇത്രയും സെക്ഷനുകൾ കണക്ട് ചെയ്ത് ഓർക്കാവുന്നതേ ഉള്ളൂ സുഖമായിട്ട്. സോ ഇത്രയും സെക്ഷൻസ് ഒന്ന് നമുക്ക് 49 സബ്സെക്ഷൻ 1 നാളെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാം. അതുകൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻസ് കംപ്ലീറ്റ് ആവും. നാളെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നമുക്ക് ടെസ്റ്റ് ടച്ചിൽ സോൾവ് ചെയ്ത് തീർക്കാം. ഓക്കെ, താങ്ക് യു.